വിദേശ MBBS പഠനത്തെക്കുറിച്ചുള്ള പാർട്ട് 3 വീഡിയോ ആണിത്. പാർട്ട് 1ഉം 2ഉം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ഞാൻ കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇൻ കേസ് നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബ് അല്ലാത്ത സോഷ്യൽ മീഡിയയിലാണ് ഇത് കാണുന്നത് എങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. എല്ലാത്തിൻ്റെയും തംബ്നെയിൽ ഒരുപോലെയാണ്. പാർട്ട് 1 പാർട്ട് 2 എന്നതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. സോ അതെടുത്തിട്ട് നിങ്ങളത് കണ്ടതിന് ശേഷം പാർട്ട് 3 കാണാൻ ശ്രമിക്കുക. വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ട് 3 രാജ്യങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് ഉസ്ബെക്കാണ്, രണ്ടാമത്തേത് ജോർജിയ, മൂന്നാമത്തേത് അസർബൈജാൻ. രണ്ടാമത്തെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ അസർബൈജാൻ പോയിട്ടില്ല. ഇപ്പോൾ ഞാൻ അസർബൈജാൻ്റെ വിസിറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതായത് നേരിട്ട് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചത് ഈ ഓസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ്. ഞാൻ അതിനകത്തൊരു സിനിമയുടെ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് വേറെയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ ഓസ്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കണ്ട കുറച്ച് വിചിത്രമായ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില രാജ്യങ്ങളിൽ ഞാൻ പോയപ്പോൾ അവിടെ ഓസ്കി റൂം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് അവർ ഒരു സാധനം നമ്മൾ കൊണ്ട് കാണിക്കുമ്പം ചിലർ ഇത് ഞങ്ങളുടെ ഒരു പ്രൗഡ് സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കില്ലേ, അതുപോലെ തന്നെ കാണിച്ച സാധനമായിരുന്നു അത്. അപ്പോൾ അവിടെ റൂമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി സെറ്റാണ്, ഡോക്ടർ ഇരിക്കുന്നത് അതുപോലെ തന്നെ മിമിക് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പേഷ്യൻസ് ഇരിക്കാനുള്ള സ്പേസ് അവിടെ, അതുപോലെ റൂമിനകത്ത് ഉണ്ടാകേണ്ട സാധനങ്ങൾ അതെല്ലാം നല്ലതുപോലെയുണ്ട്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി സെറ്റ്, ഒരു സംശയമില്ല. അപ്പോൾ എന്നിട്ട് അവർ ലാസ്റ്റ് പറഞ്ഞൊരു സാധനമുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല തിയേറ്റർ ആർട്ടിസ്റ്റുകളെയാണ് ഞങ്ങളുടെ ഈ ഓസ്കിയിൽ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. ഞാനിങ്ങനെ ഒരു നിമിഷം എന്നായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാകാൻ കാരണം ഇത് ആക്ച്വലി നടക്കുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ MBBS ചെയ്യുമ്പോഴത്തേനും തിയേറ്റർ ആർട്ടിസ്റ്റൊന്നും അല്ല, ആക്ച്വൽ ആയിട്ടുള്ള പേഷ്യൻറ്റിനെ തന്നെയാണ് നമ്മൾ ഡയഗ്നൈസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇത് പോസിബിൾ അല്ല. അപ്പം ഇനി അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഒന്നും അറിയാത്ത ഒരാൾ പേഷ്യൻ്റായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നതിലും എത്രയോ ഭേദമാണ് തിയേറ്റർ ആർട്ടിസ്റ്റിനെ പഠിപ്പിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടിരുത്തുന്നത്. പക്ഷെ എന്നാലും അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ഓക്കെ, ഈ സംഭവം നടത്തുന്നത് ഇങ്ങനെ പക്കാ തിയേറ്റർ ആർട്ടിസ്റ്റ് വന്നാണല്ലോ, ഇവരുടെ പഠനത്തിൽ മുഴുവൻ ഇവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് ആക്ച്വലി നടക്കേണ്ടിയിരുന്നത് ഈ തരത്തിലല്ലല്ലോ എന്ന്. പക്ഷേ ഒന്നുമില്ലാത്തതിലും ഭേദം എന്തെങ്കിലും ഉണ്ടാകുന്നതല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് നന്നായി ഈ കാര്യങ്ങൾ ഇനാക്ട് ചെയ്യാൻ പറ്റുന്ന തിയേറ്റർ ആർട്ടിസ്റ്റുകളെ എങ്കിലും അവർ അറേഞ്ച് ചെയ്യുന്നത് ഭേദം എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ആ പോസ്റ്റ് ഞാൻ ഇട്ടപ്പോഴത്തേന് അതിൻ്റെ താഴെ വന്ന ഒത്തിരി ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ഈ 2021 NMC ഗൈഡ് ലൈൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ സേഫ് ആണോ എന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ പർട്ടിക്കുലർലി എല്ലാവരും എടുത്ത് ചോദിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. അപ്പോൾ ആ ക്ലോസിന് വേണ്ടിയിട്ട് ഞാൻ ആ ഗസറ്റും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ക്ലോസിനകത്ത് ഒരു സ്ഥലത്ത് ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ 54 മാസം ഡ്യൂറേഷൻ വേണം, പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. ഇതൊക്കെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു സ്ഥലത്താണ് ഈ കൺഫ്യൂഷൻ കിടക്കുന്നത്. ആ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിദേശ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് ആ രാജ്യത്ത് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് എങ്കിൽ മാത്രമാണ് തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്ന രീതിയിൽ ഒരു ക്ലോസ് അവിടെ ഉണ്ടായിരുന്നു. ആ ക്ലോസിനെ ചൊല്ലിയിട്ടാണ് ഒത്തിരി കൺഫ്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ രാജ്യവും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ രാജ്യത്തിന് യാതൊരു കുഴപ്പമില്ല, എന്നാൽ മറ്റേ രാജ്യത്തിന് ഒത്തിരി കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ തമ്മിൽ തന്നെ നല്ലോണം നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ പല രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്തത്. എൻ്റെ ട്രാവൽ നിന്നിട്ടില്ല കേട്ടോ. ഇനിയും ഞാൻ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് ഉടനെ തന്നെ ഞാൻ ഈജിപ്റ്റ് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കരീബിയൻ ഐലൻഡ്സിലേക്ക് പോകുന്നുണ്ട്, പോളണ്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, മൗറീഷ്യസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇതെല്ലാം ഈ വർഷത്തെ എൻ്റെ യാത്രയ്ക്കകത്ത് ഉള്ളതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ അറിവിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോസിനകത്ത് ചിലർ ഈ ക്ലോസിനെ വ്യാഖ്യാനിക്കുന്നത്, ഏത് കൺട്രിയിലാണോ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ
രജിസ്ട്രബിൾ ആയി മാറിയാൽ മതി. അതായത് അവരുടെ കൗൺസിൽ നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തിരിച്ചു വന്നിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് ഒരു കൂട്ടർ പറയുന്നു. അതായത് ഈ എഴുതിയിരിക്കുന്ന ഗസറ്റിലെ നോട്ടിഫിക്കേഷൻ്റെ സെൻറ്റൻസുകളെ വായിച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ് ഈ വ്യത്യാസം വരുന്നത്. ഒരു കൂട്ടർ വ്യാഖ്യാനിക്കുന്നത് ഇത് നമ്മൾ എടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓക്കെയാണ്. വേറൊരു കൂട്ടർ പറയുന്നു രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, അവിടെ ശരിക്കും അയാൾക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ഇൻഡിപെൻഡൻറ്റ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇത് നമ്മുടെ നാട്ടിൽ വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് വാദങ്ങളാണ് ഇതിനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇത് എവിടെയാണ് പ്രശ്നമാവുക എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ വിദേശ രാജ്യത്ത് MBBS പഠിക്കുന്നു, തിരിച്ച് ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിൽ നമ്മൾ ആദ്യം ഈ പറയുന്ന എക്സാം ക്ലിയർ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി ശ്രമിക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ രജിസ്ട്രേഷൻ്റെ ടൈം ഭയങ്കര കൂടുതലാണ് കേട്ടോ. അത് ഈ രജിസ്ട്രേഷൻ വല്ലാണ്ട് വൈകുന്നുണ്ട്, അതും ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികൾ എന്ന നിലയിൽ നമ്മൾ പോകാൻ പോകുന്നത് ട്രാവൻകൂർ മെഡിക്കൽ കൗൺസിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേനും ആ ഫർദർ പ്രൊസീഡിങ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവർ നമ്മളോട് കുറേ ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിൽ ഒരെണ്ണം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ആ ഡോക്യുമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2021 മുൻപ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് വരും മാത്രമേ ഇപ്പോൾ വരയ്ക്കും പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. നിങ്ങളത് ഓർക്കണം. 2021 ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചിറങ്ങിയ ഒരു ബാച്ചും ഇതുവരെ ഇല്ല. ആ ബാച്ച് പഠിച്ചിറങ്ങാൻ പോകുന്നത് 2028 കാരണം 2021 ഈ നോട്ടിഫിക്കേഷൻ വന്നു, അത് നവംബറിലോ മറ്റോ എന്തോ ആയിരുന്നു. അപ്പോൾ 2022 ക്ലാസ് തുടങ്ങിയവർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 2028 പാസ് ഔട്ട് ആവുന്നവരെയാണ് ഇത് ആദ്യം ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്ന ഈ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ കൗൺസിൽ അവിടേക്ക്, അതായത് ഏത് രാജ്യത്താണോ ഇവർ MBBS പഠിച്ചത് ആ രാജ്യത്തേക്ക് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണെന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു കുട്ടി രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്, ഈ കുട്ടിക്ക് ആ നാട്ടിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പല വിദേശ രാജ്യങ്ങളിലെയും സിസ്റ്റത്തിലെ ഡിഫറൻസ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ പല രാജ്യങ്ങളിലും അവരുടെ MBBS എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ മെഡിക്കൽ പഠനം, MBBS എന്നുള്ള വാക്കിനെ ഞാൻ മാറ്റിയിട്ട് മെഡിക്കൽ പഠനം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു 5 വർഷത്തോളം അവർ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ നാട്ടിലെ ഒരു പരീക്ഷ എഴുതുകയും ആ പരീക്ഷ എഴുതുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ഒരു ജൂനിയർ ഡോക്ടറായി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഭാഷയിൽ പറഞ്ഞാൽ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്ത് ഡോക്ടറായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാ കൺട്രീസിലും പറ്റാറില്ല. അപ്പോൾ മിക്കവാറും രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് അവർക്ക് ആദ്യം കിട്ടുന്നത് ഒരു ജൂനിയറായി വർക്ക് ചെയ്യാനുള്ള ലൈസൻസാണ്. ആ ലൈസൻസിന് ശേഷം അവർക്ക് വീണ്ടും ആ പരീക്ഷയും കൂടി ക്ലിയർ ചെയ്ത് ചില സ്ഥലങ്ങളിൽ 3 വർഷം, ചില സ്ഥലങ്ങളിൽ 4 വർഷം അടുത്തൊരു പ്രാക്ടീസിന് ശേഷമാണ് അവർ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും ആ ഏരിയ സ്പെഷ്യലൈസേഷനോടുകൂടി അവർക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നത്. ഇനി ചില കൺട്രിയിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന 5-6 വർഷത്തെ പഠനം കഴിഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാം, പക്ഷേ ഒരു സീനിയർ ഡോക്ടറിൻ്റെ സൂപ്പർവിഷനോടുകൂടി മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലിപ്പം MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, കാഷ്വാലിറ്റിയിലൊക്കെ അവർ ഇൻഡിപെൻഡൻറ്റ് ഡോക്ടേഴ്സായിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ അതുപോലെ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ വീട്ടിൽ പ്രാക്ടീസ് അവർക്ക് ചെയ്യാം, സെൽഫ് പ്രാക്ടീസ് ചെയ്യാം, ആരുടെയും ഒരു നോട്ടത്തോട് വേണം, പക്ഷേ അവർ GP ആണ്, പക്ഷേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ ഒരു സാധനം പല രാജ്യങ്ങളിലും പോസിബിൾ അല്ല. ഈ കാര്യമാണ് ഇവിടെ കുടുങ്ങാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് കുടുങ്ങാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ലാരിറ്റി കുറവുണ്ട്. ഞാൻ ഓപ്പൺലി പറയുകയാണ്, ക്ലാരിറ്റി കുറവുണ്ട് അതിൽ. അത് എനിക്കെന്ന് മാത്രമല്ല, എല്ലാവർക്കും ക്ലാരിറ്റി കുറവുണ്ട്. ആ ക്ലാരിറ്റി കുറവ് വരുന്നതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു രാജ്യത്തിൻ്റെ ഇത് എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഈ രാജ്യത്ത് MBBS പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ പോസിബിൾ ആകുമോ? ഇത് പോസിബിൾ ആകും അല്ലെങ്കിൽ അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു മറുപടി തരേണ്ടത്, അത് നമുക്ക് വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്ന് മറുപടി കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമ്മളടുത്ത് NMC ഇതിനൊരു മറുപടി തരണം, അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇത് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കൃത്യമായ മറുപടി കിട്ടണം. ഈ 2 സ്ഥലത്ത് നിന്നും കൃത്യമായ മറുപടി കിട്ടുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഈ 2028 കുട്ടികൾ പാസ് ഔട്ട് ആവില്ലേ, ആ സമയത്ത് ഇതൊരു വലിയ പ്രശ്നമാവും. ഈ വലിയ പ്രശ്നമാവുന്നതെന്ന് പറയുന്നത് ഒരു രാജ്യത്തിനോ 2 രാജ്യത്തിനോ ഒന്നുമല്ല,
കുറേയധികം രാജ്യങ്ങൾക്ക് ഇത് പ്രശ്നം വരും. ഈ പ്രശ്നം വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോയിരിക്കുന്നത് ചില്ലറ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇത് ഭയങ്കര മാധ്യമ ശ്രദ്ധ നേടും. എന്നിട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഈ 2021 മുതൽ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയം വരെ പഠിക്കാൻ പോയ കുട്ടികൾക്ക് വേണ്ടി സർക്കാർ ചെയ്തു കൊടുക്കാൻ ഒരു സാധ്യതയുണ്ട്. നോട്ട് ദ പോയിന്റ്, സാധ്യതയുണ്ട്. എനിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം ഞാനല്ലല്ലോ സർക്കാർ. അപ്പോൾ അതിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന്, കാരണം അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പം എൻ്റെ കാംബ്രിയ അഡ്മിഷൻസിലൂടെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, ദർ ഈസ് എ റിസ്ക് എലമെൻറ്റ്. കാരണം ഈ സാധനത്തിന് ഒരു 100% ക്ലാരിറ്റി നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു റിസ്ക് എലമെൻറ്റ് കിടപ്പുണ്ട്. സോ യു ഹാവ് ടു കീപ് 2-3 തിങ്സ് ഇൻ മൈൻഡ്. ഒന്നെന്ന് പറയുന്നത്, ഓൾവേസ് ഹാവ് എ പ്ലാൻ ബി. അത് ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോകാന്നുള്ളത്. അപ്പം നിങ്ങൾ USMLE എഴുതുക അല്ലെങ്കിൽ പ്ലാബ് എഴുതുക. അവിടെയും ഈ പരീക്ഷയൊന്നും എളുപ്പമുള്ള പരീക്ഷയല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കാര്യം. ഇനി രണ്ടാമത്തത്, ഈ 2028 ഈ പ്രശ്നം മുകളിലേക്ക് വരുമ്പോഴത്തേനും ഭാവി പോയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഡെസ്പ് അടിച്ചിട്ട് നാശമായി പോകരുത്. കുറച്ച് സമയം നിങ്ങൾ ആ ഒരു പ്രഷറിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളത് 100% ഷുവറാണ്. ദാറ്റ് ടു ആദ്യ വർഷങ്ങളിൽ പഠിക്കാനായിട്ട് പോയി ഈ 2028 കാലത്ത് പഠിച്ചിറങ്ങുന്ന പിള്ളേരെ ഇത് അവരെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്തായാലും സംഭവിക്കും. ഇത് കുറച്ച് രാജ്യങ്ങൾക്കെങ്കിലും വരും. അതൊരു വൻ പ്രോബ്ലം ആവും. സോ ഡോണ്ട് ടേക്ക്, എന്താ പറയുക, അതിനെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ജീവിതത്തിലെ മോശമായ തീരുമാനങ്ങളൊന്നും നിങ്ങൾ എടുത്തു കളയരുത്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരും എന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ചിലപ്പം പല കൺസൾട്ടൻറ്റുമാരും എനിക്ക് എതിരെ സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങളിതെന്താ പറയുന്നതെന്ന് ചോദിക്കും. മേ ബി ഐ ഡോണ്ട് നോ. ഞാൻ ചിലപ്പോൾ എയറിലാവും. ഇതിനൊക്കെയുള്ളൊരു പോസിബിലിറ്റി ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ്. എനിക്കിതിൽ ക്ലാരിറ്റി കുറവുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ, കുഴപ്പമില്ല. പക്ഷേ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുമ്പം ഇതെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ കാര്യത്തിൽ ക്ലാരിറ്റി കുറവുണ്ട്. ആ ക്ലാരിറ്റി എനിക്ക് ലഭിക്കാത്തത് ഇത് ഓത്തറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തൻറ്റിക് ആയിട്ട് ഈ കാര്യത്തിന് യെസ് ഓർ നോ പറയേണ്ട ആൾക്കാരിൽ നിന്ന് മറുപടി കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. ഈ ഗസറ്റുമായി ഞാൻ പല ലീഗൽ ഇതിൻ്റെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഈ ലീഗൽ ആൾക്കാർ ഞാൻ സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ഈ സാധനം കൊണ്ടുകൊടുത്തിട്ട് ഇതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ പലരും അതിനെ വ്യാഖ്യാനിക്കുന്നതിനകത്ത് വ്യത്യാസം ഞാൻ കണ്ടു. അപ്പോൾ യെസ്, ദർ ഈസ് എ കൺഫ്യൂഷൻ. പക്ഷേ ആ കൺഫ്യൂഷനെ ഓവർകം ചെയ്യുമ്പോൾ ഞാൻ ഒരു പക്ഷേ 2028 ഇതെല്ലാം ഇങ്ങനെ പൊട്ടി വെളിയിൽ വന്ന് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ, അന്ന് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് 2024 ഇതിൻ്റെ ശകലങ്ങളൊക്കെ നിങ്ങൾക്ക് വെട്ടിയെടുത്ത് അന്നത് പറയാം. പക്ഷേ എനിക്കൊരു സമാധാനം ഉള്ളത്, ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തുള്ള റിസ്ക് എലമെൻറ്റ് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന സമാധാനം ഒരു കരിയർ എക്സ്പേർട്ട് എന്ന നിലയിലും, ഒരു 10-21 വയസ്സായ ഒരു മകൻ്റെ അമ്മ എന്ന നിലയിലും എനിക്കുണ്ട്. അപ്പോൾ ദർ ഈസ് എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരവസ്ഥ, ഒരു പുകമറ അവിടെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പ്ലാൻ ബി ഈ കാര്യത്തിലെല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പ്ലാൻ ബി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം, നിങ്ങൾ നന്നായി പഠിക്കണം. നിങ്ങൾ ഉഴപ്പിയാണ് ഈ കോഴ്സ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ ഒരു പ്ലാൻ ബിയും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന എല്ലാ കുട്ടികളോടും, ഇപ്പോൾ ഇവിടെ കാംബ്രിയയിലൂടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന എല്ലാവരോടും ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഞാനത് ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഡോക്ടർ എന്ന ടൈറ്റിൽ പേരിൻ്റെ മുൻപിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഴ്സ് വിദേശത്ത് പോയി പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് നല്ല സബ്ജക്റ്റ് നോളജ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക്, പക്ഷെ നീറ്റിൽ എഴുതിയപ്പോഴത്തേനും ഒരു ലോ ഫീസിൽ ഇന്ത്യയിൽ പഠിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. ആ ഒറ്റ റീസൺ കൊണ്ട് യു ആർ ലുക്കിംഗ് ഫോർ എ ഫോറിൻ കൺട്രി. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എബിലിറ്റി നന്നായിട്ടുണ്ട്. ബട്ട് ആ എക്സാമിൽ നിങ്ങൾക്ക് എന്തോ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതായത് അല്ലാതെ ജസ്റ്റ് ക്വാളിഫൈ ആയി എന്നുള്ളത് കൊണ്ട് മാത്രം പിന്നെ ഈ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്നവർ നന്നായിട്ട് പെട്ടുപോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഈ രജിസ്ട്രേഷൻ പോസിബിൾ ആയില്ല എങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയിട്ട് പരീക്ഷ എഴുതാനുള്ള കപ്പാസിറ്റി അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഉഴപ്പിയാണ് പഠിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ പെട്ടുപോകും. സോ പോകുന്ന എല്ലാവരും തന്നെ
പഠിക്കാനാണ് ഞാൻ പോകുന്നതെന്നും അല്ലാതെ ഉഴപ്പാനല്ല ഞാൻ പോകുന്നത് എന്നുള്ളത് 100% മനസ്സിലേക്ക് എടുത്തിട്ട് തന്നെ പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ അതുകൊണ്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി ഈ വീഡിയോ കാണുന്ന പാരൻസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങളുടെ അടുത്ത് നിന്ന് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റുമാർ ചിലപ്പം 100% ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ അങ്ങോട്ട് കയറിപ്പോരെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അതിൽ എനിക്ക് എൻ്റെ 100% പറയാൻ പറ്റുന്നില്ല. ആ 100% പറയാൻ പറ്റുന്നത് എപ്പോഴായിരിക്കും എന്ന് അറിയോ? അത് അറിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പറയാവേ. ഒന്നുകിൽ എനിക്ക് ഈ പറയുന്ന NMCയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്നോ കൃത്യമായിട്ട് ഈ രാജ്യത്തിന് രജിസ്ട്രേഷൻ്റെ പോസിബിലിറ്റി ഇങ്ങനെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവർ ഇത് 2028 കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഇത് അപ്രൂവ്ഡ് ആവാൻ പോകുന്നില്ല എന്ന് ആ അതോറിറ്റികളിൽ നിന്ന് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടണം. ഇനി ഇത് കേൾക്കുന്നവർ നിങ്ങൾക്ക് നല്ല പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ ഓക്കെ, ഞാൻ എൻ്റെ പറ്റുന്ന സോഴ്സുകളിലൂടെയൊക്കെ അന്വേഷിച്ചു. ഇനി ഇത് വല്ല മന്ത്രിമാരോ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വല്ല മന്ത്രിമാരുടെ PAയും കേട്ടു, നിങ്ങൾക്ക് അത്രയും ലെവലിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് പിടിക്കാനായിട്ടൊരു ഇതുണ്ട് എങ്കിൽ നിങ്ങളിതൊന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഐ എം സ്റ്റിൽ ട്രൈങ്. ഇതിന് എന്തെങ്കിലും ഒരു കൃത്യമായ നീക്കുപോക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. രണ്ടാമത് എനിക്കിത് പറയാൻ പറ്റിയ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2028 ഈ പറയുന്ന ഗൈഡ് ലൈൻ പുറത്ത് വന്നതിന് ശേഷം, അപ്പം അത് 2027 ഓർ 2028 ആ ഗൈഡ് ലൈൻ പുറത്ത് വന്ന് പഠിച്ച ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങി ആ ബാച്ച് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്ത് അവരുടെ രജിസ്ട്രേഷന് സ്മൂത്ത് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ സമയത്ത്, അപ്പോഴും നമുക്ക് ഇത് അതോറിറ്റേറ്റീവായിട്ട് കൃത്യമായി ഒരു ക്ലാരിറ്റി കുറവും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് പറയാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ദ സിറ്റുവേഷൻ ഇസ്. എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ, പറയാൻ പറ്റുന്ന ലളിതമായ ഭാഷയിൽ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയും എനിക്ക് ഫോറിൻ മെഡിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒത്തിരി ചോദ്യങ്ങൾ ആ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെയാണ് ഈ പ്രിൻ്റായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇത്രയൊന്നും അല്ല, തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ മാത്രം ഇത്രയുണ്ട്. അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് എന്താ പറയുന്നത് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹസ് കമൻ. വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ പാർട്ട് 4ഉം പാർട്ട് 5ഉം ഒക്കെ വരും, അന്നേരം പറഞ്ഞു തരാം. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് വേറെ എന്തെങ്കിലും ഈ പറയുന്ന ഫോറിൻ മെഡിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് സംശയമുണ്ടാകുന്നുവെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യേണ്ടത് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ താഴെ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമൻറ്റ് ഞാൻ ക്വസ്റ്റ്യനായി പിക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ പറയില്ല. ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഞാൻ പിക്ക് ചെയ്യുന്നത് ആ പോസ്റ്റിൻ്റെ താഴെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇഫ് യു വോണ്ട് ടു ബ്രിങ് സംതിങ് ടു മൈ നോട്ടീസ്, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഏത് വീഡിയോൻ്റെ താഴെ വേണം നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. ബിക്കോസ് ആസ് ഐ ഓൾവേസ് സേ, യൂട്യൂബ് കമൻറ്റ്സ് ഞാൻ തന്നെയാണ് പേഴ്സണലി ചെക്ക് ചെയ്യുന്നത്. സോ ലൈക്ക് അതെൻ്റെ ശ്രദ്ധയിൽ പെടും, നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.